സാമൂഹികമായ പിന്തുണ ഉണ്ടാക്കിയെടുക്കുക. നമ്മളുടെ ഒപ്പം എത്താൻ പറ്റാത്തവരൊക്കെ വേണ്ടി നമ്മൾ അവരുടെ ഒപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. നമ്മളുടെ ലളിതമായ അല്ലെങ്കിൽ ചെറിയ ഒരു ജീവിതം കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുക അതാണ്. അത്തരത്തിൽ നമ്മളുടെ അവരുടെ ഒപ്പം നടന്നുകൊണ്ട് അവരിൽ ഒരാളായി മാറുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അത്തരത്തിൽ നമ്മൾ ദൈവികമായിട്ടുള്ള പ്രവൃത്തികൾക്ക് നേതൃത്വം കൊടുക്കണം. ഈശ്വരാരാധന എന്ന് പറയുന്നത് ഒരു പക്ഷേ കേവലം ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുക എന്നുള്ളത് മാത്രമല്ല, ഇത്തരത്തിലുള്ള അവർ ഉയർന്നു വരേണ്ടതുണ്ട്. സാമ്പത്തികമായും സാമൂഹ്യമായും ശാക്തീകരിക്കപ്പെടേണ്ടതുണ്ട്. ആ ശാക്തീകരണത്തിന് നേതൃത്വം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എല്ലാവിധ ഭാവുകങ്ങളും ഈ സംഭവത്തിന്, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നൽകണമൊപ്പം തന്നെ വല്ലച്ചിറയിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം തുടങ്ങിയതിൽ അതിയായ സന്തോഷമുണ്ട്. ദീർഘകാലമായി ഭാനുമതി ടീച്ചറൊക്കെ ഇതിൻ്റെ പിന്നാലെ പ്രവർത്തിക്കുക. 2000-ൽ ഈ ഭൂമി ലഭിക്കുകയും 2025-ലാണ് ശരിയായ മുഴുവൻ രീതിയിലേക്കും തുറന്നു പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ സാധിച്ചിട്ടുള്ളത്. 25 വർഷത്തെ പ്രയത്നം ഇതിൻ്റെ പിന്നിലുണ്ട്. അതിന് എല്ലാവിധ പിന്തുണയും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ശ്രീ രാജുവിന്റെ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഭക്ഷണങ്ങളുടെ ഒരു സ്റ്റോള് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് തികച്ചും സൗജന്യമാണ്. എല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്നാണ്. ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ ഡോക്ടർ നോന രാമചന്ദ്ര, സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ ശ്രീ ഡോക്ടർ ബാബുരാജ്, മിസിസ് രേഖ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ജോയിൻ ചെയ്യാൻ ശ്രീ UP നന്ദകുമാർ, ഡോക്ടർ SK സനിൽ, ശ്രീ PN ഗോപികൃഷ്ണൻ, ഡോക്ടർ P ഭാനുമതി സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. നമുക്കറിയാം, ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഇന്ന് വളരെ തിരക്കിലാണ്. നമ്മുടെ മാറുന്ന ജീവിതശൈലിയാണ് നമുക്ക് ഇത്തരത്തിലുള്ള പുണ്യങ്ങളുടെ സംഭാവന നൽകുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മുടെ ജീവിത രീതികൾ മാറുന്നതോടുകൂടി നമുക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ ഇത്തരത്തിലുള്ള മാറ്റം സംഭവിക്കുന്നു. ഇതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് മാറിക്കൊണ്ട് ഇന്നെല്ലാവരും ഒറ്റപ്പെട്ട ചെറിയ കുടുംബങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ